ഞാനിതുവരെ ആരോടും പാർട്ടിക്കുള്ളിലോ പാർട്ടിക്ക് പുറത്തോ അങ്ങനൊരു അഭിപ്രായം ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. മന്ത്രിയെ മാറ്റം സംബന്ധിച്ച പ്രശ്നങ്ങൾ ഞാൻ എല്ലാ കാലത്തും എന്നോട് നിങ്ങൾ ചോദിച്ചാൽ പറയാറ് അത് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. ദേശീയ നേതൃത്വ തീരുമാനം അനുസരിച്ച് മുമ്പോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുതന്നെ ഇപ്പോൾ. പക്ഷേ ബോധപൂർവം ഇത്തരത്തിലൊരു അതിർത്തി എനിക്കുണ്ട് എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ നടക്കുന്നു വരുന്നുണ്ട്. അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. അങ്ങനെയല്ല. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇത് സംബന്ധിച്ച് ബോംബെയിൽ ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഞങ്ങളുടെ യോഗം വിളിച്ചു കൂട്ടിയിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം നിർദ്ദേശിച്ചത് ഈ വിഷയം തോമസിന് ഒരു അവസരം കൊടുക്കണമെന്നൊരു വിഷയം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം അത് ശരത് പവാറിനെ അറിയിക്കണമെന്നാണ്. അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിനകത്തൊരു തീരുമാനമെടുക്കും. ആ തീരുമാനം എല്ലാവർക്കും ബാധകമാണെന്ന് പറഞ്ഞ് ആ ഡയറക്ഷനിൽ ആരെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അവരാണ് പറയേണ്ടത്. ഞാൻ അതിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെ മാറ്റം വരുത്തുന്നുണ്ടോ? സംസ്ഥാന ഉദാഹരണത്തിന് പി സി ചാക്കോ ഉൾപ്പെടെയുള്ളവർ താങ്കൾക്കൊപ്പമല്ല എന്ന തരത്തിലുള്ള അത്തരം വാർത്തകൾ അത് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അല്ല, അവര് എന്റെ ഇപ്പോൾ കേരളത്തിലെ എന്റെ പ്രസിഡന്റ് പി സി ചാക്കോയും ദേശീയ തലത്തിൽ എന്റെ പ്രസിഡന്റ് ശരത് പവാറുമാണ്. അപ്പോൾ അവരോട് ഇങ്ങനെ ഞാൻ ഇടയാ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അഭിപ്രായവും ഇടയിലും രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കൊരു വർത്തമാനം പറയുമ്പോൾ നമ്മുടെ ഒരു നിരീക്ഷണം ഓരോരുത്തർ അഭിപ്രായം. അത് ജനാധിപത്യപരമായ ചർച്ചകൾ നടത്തി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു പാർട്ടിയിൽ അത് അനിവാര്യമാണ്. അങ്ങനെ ഇല്ലാതെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് പാർട്ടി നേതൃത്വമാണ് പരിശോധിക്കുന്നത്. ഈ വയനാടിന്റെ ചാർജുള്ള മന്ത്രി നേതൃത്വത്തിൽ കൂടെ ഞങ്ങൾക്ക് കൂടുതൽ അറിയാവുന്ന കുറെ ശോഭിച്ച മന്ത്രിയായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം പോരാ എന്ന്? അല്ല, അത് അങ്ങനെയല്ല. അദ്ദേഹത്തിന് ഒരു ടേം കൊടുക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നോട് അഭിപ്രായം ചോദിച്ചു. ഞാൻ എപ്പോഴും പറഞ്ഞു അങ്ങനൊരു ധാരണ ദേശീയ തലത്തിലുണ്ടെങ്കിൽ അവർ അറിയിച്ചാൽ മതി. അതിനെപ്പറ്റി ഒരു സംശയം വേണ്ട. അപ്പം ഞാൻ ഒരു അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുന്ന ഒരാളാണെന്ന് എൻ്റെ ഇത്രയും കാലത്തെ പൊതുജീവിതം അറിയുന്ന ആരും പറയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പ്രചരിപ്പിച്ചാൽ അത് ദേശാനും പോകുന്നില്ല. നിങ്ങൾ ആ പ്രചരണം നിങ്ങളാണ് നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനെപ്പറ്റിയൊന്നും ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയുന്നില്ല. പക്ഷേ അതെല്ലാം അടിസ്ഥാനരഹിതമാണ്. എൻ്റെ നിലപാടിതാണ്. മന്ത്രിസ്ഥാനം ഒഴിയുന്നതിന് എനിക്ക് യാതൊരു വൈമനസ്യമില്ല. പിന്നെ ഞാൻ എപ്പോഴും കരുതാറ് നാളെ രാവിലെ കാറ് കൊടുത്തിട്ട് ബസ്സിൽ പോകേണ്ടി വരുമെന്ന് കരുതി പ്രവർത്തിക്കുന്നൊരു പ്രവർത്തകനാണ് ഞാൻ. എനിക്കങ്ങനെ പ്രശ്നമില്ല. പക്ഷേ പകരം ഗവൺമെൻറ്റിൽ NCPക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മാറിയാൽ NCPക്ക് അവിടെ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തതിനു ശേഷം ഒരു തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പേ മാധ്യമങ്ങളിൽ ചില നേതാക്കന്മാരുടെ പ്രസ്താവനകൾ കാണാനിടയായത് അവരങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് അവരാലോചിക്കുക. ഒരു കാര്യം കൂടി, നേരത്തെ ഇത്തരത്തിൽ എന്തെങ്കിലും ധാരണ ഉണ്ടായിരുന്നോ അനൗപചാരികമായിട്ടെങ്കിലും മാറുന്നതിനെ സംബന്ധിച്ച്? അല്ല, അങ്ങനെ ഉണ്ടെന്നാണ് ഇപ്പം എന്നോട് ദേശീയ നേതൃത്വം പറഞ്ഞത്. അങ്ങേക്ക് അറിവുണ്ടായിരുന്നു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ആ ധാരണയൊക്കെ ഉണ്ടാക്കുന്നത് ഞാനല്ലല്ലോ. പാർട്ടിയിൽ ഇന്നയാൾ ഇന്ന സ്ഥാനം വഹിക്കണം, ഇത്ര കാലം മന്ത്രിയാവണം, ഇത്ര കാലം മന്ത്രിയാകാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലാന്ന് ഞാൻ അന്നേ പറഞ്ഞുള്ളൂ. പാർട്ടി നേതൃത്വത്തിന് എപ്പോൾ വേണമെങ്കിലും നമ്മളോട് ആവശ്യപ്പെടാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഇപ്പം എന്നെ പവാർജി അറിയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കണമെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു അതിന് പ്രയാസമില്ല. പക്ഷേ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പുനഃസംഘടനയ്ക്ക് ഉള്ള ഒരു സാഹചര്യമുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നത് നന്നായിരിക്കും ഞാൻ പറഞ്ഞു. അത് പരിശോധിക്കേണ്ടതാണെന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പോയി ഞങ്ങളുടെ ആവശ്യം മുഖ്യമന്ത്രിയുടെ മുമ്പാകെ വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം തീരുമാനം എടുക്കാമെന്നാണ് പറഞ്ഞത്. അതിന് മുമ്പേ തീരുമാനം ആരെങ്കിലും എടുക്കുന്നത് അത് അവരാണ് ഇപ്പോൾ നോക്കേണ്ടത്. ഞാനത് നോക്കേണ്ട കാര്യമില്ല. ഇല്ലില്ല, അങ്ങനെ ഒരു പ്രപ്പോസലും ഇല്ല. ചോദിക്കുന്ന ഒരു കാര്യം, അല്ല, അതൊരു ഒത്തുതീർപ്പ്. അങ്ങനെ ഒത്തുതീർപ്പിന്റെ പ്രശ്നമൊന്നുമില്ല. തർക്കമില്ലല്ലോ. തർക്കമുണ്ടെങ്കിലല്ലോ ഒത്തുതീർപ്പ്. ഞാൻ പോരാ, എനിക്കൊരു പാരിതോഷികം തന്നിട്ട് എന്നെ മാറ്റുക എന്നുള്ള അങ്ങനെ ഒരു പാരിതോഷികം ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ശരി, അല്ല, എന്നോട് പറഞ്ഞപ്പോഴെല്ലാം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോടും പറഞ്ഞല്ലോ, അത് രഹസ്യമല്ലല്ലോ. അത് അവരാണ് തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനിച്ചറിയിക്കുക. അല്ലാതെ ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ 1-2 ആൾ ഇരുന്ന് തീരുമാനിക്കേണ്ട കാര്യമില്ല. എന്നെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചത് ദേശീയ നേതൃത്വമാണ്. ഞാൻ എത്ര ദിവസം മന്ത്രി പദവിയിൽ ഇരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. എപ്പോൾ ഒഴിയണമെന്ന് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. പകരം മന്ത്രി വേണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്.
അപ്പോൾ ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോഴങ്ങനെ ഒരു പെട്ടെന്ന് ഒരു പ്രയാസം എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊരു പരിശോധിക്കണമല്ലോ നമ്മളൊരു LDF-ലെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ. അപ്പോൾ അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് അദ്ദേഹത്തിനോട് നമ്മൾ താല്പര്യം പറയും, എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണ് എന്ന് അറിയിക്കണം. അതിനനുസരിച്ച് തീരുമാനം എടുക്കാമെന്നാണ് പറഞ്ഞത്. ആ തീരുമാനം എന്തായാലും ഞാൻ എടുക്കും. പക്ഷേ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചാരവേലകൾ നടത്തി പ്രവർത്തകന്മാരുടെ ഇടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. അതിനു കാരണം വേണ്ടത്ര കൂടിയാലോചനകളും ചർച്ചകളും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയുണ്ടെങ്കിൽ സംഘടനാപരമായി തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാവുകയും വേണം. പക്ഷേ ഇനിയിപ്പോൾ സർക്കാരിന്റെ കാലാവധി കഴിയുന്ന അധികമൊന്നുമില്ല. അപ്പം അങ്ങ് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ ഒരുപാട് തീർക്കാനുണ്ടാകും. ആ ഒരു സാഹചര്യം അല്ല, അത് ഞാൻ മാത്രമാണ് ഒരു മിടുക്കനെന്ന് ഞാൻ തീരുമാനിച്ചാലെങ്ങനെ? എനിക്ക് ശേഷം വരുന്ന മന്ത്രി എന്നേക്കാൾ മിടുക്കനാണെങ്കിൽ നമുക്ക് അത് താരതമ്യം ചെയ്യാൻ കഴിയില്ല. അത് പ്രവൃത്തിയിലൂടെ വരും. ഞാനാണ് മിടുക്കൻ എന്ന് ഞാനങ്ങനെ അങ്ങനെ തീരുമാനിക്കുന്നത് ശരിയാണോ? ഞാനാണ് മിടുക്കൻ, എല്ലാറ്റിനും യോഗ്യം ഞാനാണെന്ന് തീരുമാനിക്കുന്നത് ശരിയാണ്? അങ്ങനൊരു തെറ്റിദ്ധാരണ എനിക്കില്ലേ ഇല്ല. എന്നെക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നവരായിരിക്കാം. അതവരെ പ്രവർത്തനം കാണുമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും ഇന്നത്തെ പ്രവർത്തനങ്ങളെല്ലാം തുടരുന്നതിന് നാളെ മന്ത്രി മാറിയാലും ഇല്ലെങ്കിലും അതിനൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല. അത് വേറെ സർക്കാർ പരിപാടികളാണ്, ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാണ്. ഒരു പരിപാടിയും തടസ്സപ്പെടുകയില്ല. ഒന്നുകൂടി വ്യക്തമാക്കുന്നു, രാജിവെക്കുകയില്ലെന്നും സ്ഥാനമൊഴിയില്ലെന്നും ഒരു സ്ഥലത്തും ഒരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല. തോമസിനെ മന്ത്രിയാക്കാൻ എൻ്റെ രാജി ആവശ്യമാണ്. അതാവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ രാജി കൊടുക്കുന്നതാണ്. ഒരു സംശയവും ആർക്കും വേണ്ട. അൻവറിന്റെ വിഷയത്തിലേക്ക് അൻവറിന്റെ കക്കാടംപൊയിൽ തടയണ പൊളിച്ചു വെക്കാൻ പോകുന്നു. ആദ്യഘട്ടത്തിൽ LDF-ൽ CPM-നോടൊപ്പം ഉറച്ചു നിന്ന ആൾ പിന്നെ മാറുമ്പോൾ ഒരു പ്രതികാര നടപടി എന്ന രീതിയിലേക്ക് പോവുകയല്ലേ ഇപ്പോൾ? അല്ല, അത് വളരെ കാലമായി കോടതിയിൽ കേസും 2-3 തവണ സ്റ്റേ കൊടുക്കുകയും കളക്ടർ പൊളിക്കാൻ പോകുമ്പം കോടതിയിൽ വെച്ച് സ്റ്റേ വാങ്ങിക്കുകയും ചെയ്തൊരു പ്രോസസ്സ് തുടങ്ങിയിട്ട് വളരെ സൗഹൃദത്തിലുള്ള കാലത്തെ തുടങ്ങിയൊരു സംഘർഷമാണത്. മരവിപ്പിച്ചിട്ടൊന്നുമില്ല. കോടതി പറഞ്ഞതിന് ശേഷം പൊളിക്കുന്ന നടപടിയിലേക്ക് കടന്നിരുന്നില്ല. അപ്പൊ കോടതി അന്നേരം കോടതി ഇടപെട്ടല്ലോ. ഇപ്പൊ കോടതി ഇടപെട്ട് അതിന് പരിഹാരം കാണാൻ ശ്രമിച്ചു. ഈ അൻവറിന്റെ പിന്നിൽ രാജ്യദ്രോഹ ശക്തികളാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അയ്യോ, അതൊന്നും എനിക്കറിയില്ല. അതെല്ലാം പരിശോധിക്കാനുള്ള സംവിധാനം ഗവൺമെന്റിനുണ്ട്. അത് ചർച്ച ചെയ്യാനുള്ള ശേഷിയും വൈഭവമുള്ള പാർട്ടിയാണ് CPIM എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് ഞങ്ങളെയൊന്നും പുറത്തുനിന്നുള്ള പാർട്ടികളുടെ ഉപദേശമൊന്നും അതിനാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.